നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ജനമനസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനമനസ് ഒപ്പിയെടുക്കുന്ന ഈ പരിപാടി കേരളത്തിലെ യാത്ര, ആദ്യഘട്ട യാത്ര ഇന്ന് ഈ എപ്പിസോഡിൽ അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് കണ്ണൂർ, കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങൾ. എന്നോടൊപ്പം ഡോക്ടർ എം എ ലാലും ശ്രീ എ സജീവനും. കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ് ഏറ്റവും ആദ്യം എടുക്കുന്നത്. കണ്ണൂരിൽ സിറ്റിംഗ് MP പി കെ ശ്രീമതി ടീച്ചർ തന്നെ വീണ്ടും മത്സരിക്കും. കണ്ണൂരിൽ പി കെ ശ്രീമതി ടീച്ചർ തെരഞ്ഞെടുക്കപ്പെട്ട 2014 എന്തായിരുന്നു ചിത്രം? പി കെ ശ്രീമതിക്ക് 4,27,622 വോട്ടുകൾ. കെ സുധാകരൻ കോൺഗ്രസ് നേതാവിന് 4,21,056 വോട്ടുകൾ. പി സി മോഹനൻ BJPക്ക് വേണ്ടി 51,636 വോട്ടുകൾ. ശ്രീമതി ടീച്ചറിന് 6,566 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. വോട്ടിംഗ് ശതമാനം 81.33. ശ്രീ സജീവൻ, ഇപ്പോ പി കെ ശ്രീമതിയുടെ ഭൂരിപക്ഷം കണ്ണൂരിൽ 6,566 വലിയ ഭൂരിപക്ഷമല്ല, പക്ഷെ വലിയൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അത് CPMന് കിട്ടിയെന്ന് പറയുന്നത് അപ്പുറത്ത് കെ സുധാകരൻ മത്സരിച്ചിട്ട് ആണെന്നുള്ളതാണ്. അതൊരു പ്രത്യേകത തന്നെയായിരുന്നില്ലേ? കെ സുധാകരൻ മത്സരിച്ചുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ ജയിച്ചതെന്ന് ഞാൻ പറയും. സിറ്റിംഗ് MP ആയിരുന്നു. പക്ഷേ അതെ, സംഗതി എന്ന് പറയുന്നത് കണ്ണൂരിൽ സുധാകരൻ എക്കാലത്തും ഒരു കോൺഗ്രസ് പ്രതിപക്ഷത്തെ ഉണ്ടാക്കിയ ഒരാളാണ്. അവിടെ DCC പ്രസിഡന്റിനെ DCC ഓഫീസിനകത്ത് കയറ്റാതെ പൊരിവെയിലത്ത് നിർത്തിയിട്ടുള്ള, മണിക്കൂറുകളോളം നിർത്തിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ കണ്ണൂരിലെ ഗ്രൂപ്പ് പോരാട്ടം തന്നെ നമ്മുടെ AI ഗ്രൂപ്പ് ഒന്നുമല്ല. അതൊരു പക്ഷത്ത് സുധാകരൻ ഉണ്ടാകും, അപ്പുറത്ത് P രാമകൃഷ്ണനായിരിക്കും, അങ്ങനെ പല ആളുകളുണ്ടാകും. അത് അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 1980 മുതൽ കോൺഗ്രസിൻ്റെ തട്ടകമാണത്. അതിന് മുമ്പ് പലപ്പോഴും AKG ജയിച്ച സ്ഥലമാണ്. അന്നൊക്കെ മണ്ഡലത്തിൻ്റെ രീതിയൊക്കെ വ്യത്യാസമായിരുന്നു. 80 മുതൽ കുഞ്ഞമ്പുവിൻ്റെ കാലം മുതൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കോൺഗ്രസ് തട്ടകമാണ്. 84 മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യമായിട്ട് അവിടെ കയറി ചെല്ലുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നെ ജയമേ ഉണ്ടായിട്ടുള്ളൂ, തോൽവിയില്ലാതെ തുടർച്ചയായിട്ട് പോവുകയായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ ആദ്യമായിട്ട് ആ മണ്ഡലത്തിൽ തോൽപ്പിച്ചത് അബ്ദുള്ളക്കുട്ടിയാണ്. തോൽപ്പിച്ച ജയിച്ച സ്ഥാനാർത്ഥി അബ്ദുള്ളക്കുട്ടിയാണ്. അങ്ങനെ പറയുന്നത് തോൽപ്പിച്ച ആരാണെന്ന് വെച്ചാൽ അത് കോൺഗ്രസിലെ ഒരു നേതാവിൻ്റെ പേരെ പറഞ്ഞിട്ടുണ്ട്. അത് മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോഴും സമ്മതിക്കും, കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയാം. അന്ന് മുല്ലപ്പള്ളിയെ തോൽപ്പിച്ചത് കോൺഗ്രസിനകത്ത് ഉള്ളൊരു കളി കൊണ്ടാണ് തോറ്റ്. വീണ്ടും രണ്ടാമത്തെ തവണയും മുല്ലപ്പള്ളി അബ്ദുള്ളക്കുട്ടി ജയിക്കുന്നു. പിന്നീട് ജയിക്കുന്നത് സുധാകരനാണ്. മുല്ലപ്പള്ളി അവിടുന്ന് രണ്ടാമത്തെ തവണ തോൽവിയോട് കൂടിയിട്ട് അദ്ദേഹം വിട്ടു പോരാണല്ലോ. പിന്നീട് അവിടെ സുധാകരൻ ജയിക്കുന്നു. ഇപ്പോഴും 2019 വരുമ്പോഴുള്ള പ്രശ്നം ശ്രീമതി ടീച്ചറാണ്. ഞാൻ LDFൻ്റെ വളരെ സിറ്റിംഗ് MLA വരെ സ്ഥാനാർത്ഥിയാക്കിയ ഒരു പരീക്ഷണം വെച്ചാൽ അത് ജയിച്ചേ തീരൂ. കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസ് തട്ടകമാണ്, ഒരു സംശയമില്ലാത്തതാണ്. കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. വീണ്ടും ഞാൻ പി കെ ശ്രീമതിയിലേക്ക് തന്നെ വരുമ്പോൾ, പി കെ ശ്രീമതി ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. അപ്പുറത്ത് കെ സുധാകരനാണ്. ഈ വനിതകളുടെ ഒരു വലിയ ചർച്ച കഴിഞ്ഞ ഒരു 6-7 മാസമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ വീണ്ടും നിർത്തുന്നത്. കെ സുധാകരൻ ഈ വനിതകൾക്കെതിരെ പോരാടി നിന്ന ഒരാളാണ്. വനിതകളെ ഒക്കെ എതിരെയുള്ള രാഷ്ട്രീയത്തിൽ മുമ്പിൽ നിന്ന ആളാണ് കെ സുധാകരൻ. അതൊരു വലിയ ചർച്ചാ വിഷയമാകുമ്പോൾ പി കെ ശ്രീമതി ടീച്ചർ തന്നെ അവിടെ വരുന്നു എന്ന് പറയുന്നത് ഒരു ഇതാണ്. അത് അവിടെയാണ് സുധാകരൻ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പലപ്പോഴും പറയാൻ പറ്റും. സുധാകരൻ്റെ ഈ രീതി കോൺഗ്രസ്സുകാർക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നമുക്കറിയില്ല. ഇപ്പോൾ ഈ പല പ്രശ്നങ്ങളിലും ശബരിമല പ്രശ്നത്തിൽ KPCC തീരുമാനിക്കുന്നത് AICC പോട്ടെ, AICC പറഞ്ഞ കാര്യമൊക്കെ അവസാനം വഴി KPCC ഒരു കാര്യം തീരുമാനിക്കും, KPCC പ്രസിഡന്റ് ഒരു കാര്യം പറയും, സുധാകരൻ വേറെന്ന് പറയും. അദ്ദേഹം ഒരു യാത്ര, അത് എവിടെ, പല ആളും ചോദിക്കും സുധാകരൻ്റെ യാത്ര എവിടെ, തുടങ്ങിയത് കണ്ടിട്ടുണ്ട് അവസാനിച്ചാരും കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചില പ്രശ്നം. സുധാകരൻ സ്വന്തം നിലയ്ക്ക് ചില നീക്കങ്ങളുമായി ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ ഒരുപക്ഷെ ഇവിടെയൊക്കെയാണ്. അതായത് സുധാകരൻ ഇങ്ങനെ വല്ലാതെ കിളച്ചു മറിച്ചിട്ടെടുത്ത് ഇനി എവിടുന്ന് തുടങ്ങണമെന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർക്കൊരു പ്രശ്നമാണ്. അപ്പുറത്ത് ശ്രീമതി ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി, അല്ലെങ്കിൽ CPM ഉയർത്തുന്ന ഈ കഴിഞ്ഞ 6-7 മാസങ്ങളിലോ അല്ലെങ്കിൽ 3-4 വർഷങ്ങളായിട്ടോ നടത്തുന്ന കോൺഗ്രസ് രാഷ്ട്രീയം കണ്ണൂരിൽ എന്താണെന്നുള്ളതിന് മറുപടി ഇനി അവർ പറയണം. തീർച്ചയായും അവർ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് മൊത്തം കേരളത്തിൽ നമ്മൾ എല്ലാ സ്ഥലത്തും പറയേണ്ടിരുന്ന ഒരു പ്രശ്നം ശബരിമല പ്രശ്നമാണ്.
ശബരിമല പ്രശ്നത്തിൽ അതുണ്ടാക്കുന്ന ഒരു സ്വാധീനമുണ്ട്. എത്ര ശതമാനം എന്നുള്ള കാര്യം അക്കാര്യത്തിൽ കാര്യമായി ഇടപെട്ട ഒരാളാണ് സുധാകരൻ. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഈ ശബരിമലയ്ക്ക് അനുകൂലമായിട്ട് വിശ്വാസികളുടെ വോട്ടുകൾ പോകുമ്പോൾ അത് BJPക്ക് അനുകൂലമായിട്ട് പോകുമോ, ആ ഒഴുക്കുണ്ടാകുമോ എന്നുള്ള പ്രശ്നം മൊത്തം മണ്ഡലങ്ങളിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. ഈവൻ നമ്മൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു. അവിടെയാണ് 2016 തളിപ്പറമ്പിൽ LDFന് 91,106, ഇരിക്കൂറിൽ UDF ആണ് 72,548, അഴീക്കോട് നമ്മൾ വല്ലാതെ ചർച്ച ചെയ്ത ഒരു മണ്ഡലമാണ്. ഒരു 3000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഇപ്പോഴും നിയമക്കുരുക്കിൽ പെട്ട് കിടക്കുകയാണ്. 63,082 വോട്ടിന് UDF ആണ്. കണ്ണൂരിൽ 54,347 വോട്ടിന് കടന്നപ്പള്ളി ആണ് അവിടെ വിജയിച്ചത്. ധർമ്മടത്ത് വളരെ ചരിത്രപരമായ ഒരു മണ്ഡലമാണ്. 86,362 വോട്ടുകൾക്കാണ് LDF വിജയിച്ചത്. സ്ഥാനാർത്ഥി ധർമ്മടത്ത് ആരാണെന്നുള്ളത് പറയാം. 86,362 മട്ടന്നൂരിൽ 84,030 വോട്ടുകളാണ് LDFന്. പേരാവൂരിൽ UDF ആണ് 65,659 വോട്ടുകൾ. മൊത്തത്തിൽ LDFന് 4,97,211 വോട്ടുകൾ, UDFന് 3,95,822, NDAക്ക് 89,303 വോട്ടുകൾ. ഇതാണ് അവസ്ഥ. സജീവൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഈ അടുത്ത കാലത്ത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ പ്രതിപക്ഷമാണ് ആരാണ് ജയിക്കുന്നത് എന്ന് തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു തരംതിരിവ് ഇത് 2016 പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ്. എങ്കിൽ പോലും 100,000-ലേറെ വോട്ടിന്റെ ആനുകൂല്യം LDFന് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയും കൂടി ഉണ്ട് അവിടെ. ഉണ്ട്. അത് പക്ഷേ ഞാൻ പറഞ്ഞു ഈ 2016 പ്രത്യേക അതിന്റെ പുറകിൽ ഇവിടെ അപ്പോഴും മാറാത്ത വലിയ മാറ്റം വരികയാണെങ്കിൽ മാറേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് പറയുന്ന ഇരിക്കൂർ പേരാവൂർ എന്നൊക്കെ പറയുന്നത് പണ്ടേ തന്നെ LDFന്റെ UDFന്റെ മണ്ഡലങ്ങൾ, കുടിയേറ്റ കർഷകരുടെ. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നീട് മാറ്റം വന്നൊരു സ്ഥലം കണ്ണൂർ സിറ്റി UDFന്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടൊക്കെ നിൽക്കേണ്ടതാണ്. അവിടെ അത് ഒരു അപ്രതീക്ഷിത വിജയമാണ്. അപ്പോൾ അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന വേവിന്റെ ഭാഗമായിട്ടായിരിക്കും. അല്ലാതെ ഇപ്പോൾ നോക്കുമ്പോൾ ധർമ്മടത്തെ സ്ഥാനാർത്ഥി നേരത്തെ ലാലു പറഞ്ഞു, ധർമ്മടത്തെ വിജയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ മുഖ്യമന്ത്രിയെ ആണ് തിരഞ്ഞെടുക്കുന്നത്. സാധാരണ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ ഉള്ളൊരു തെരഞ്ഞെടുപ്പാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ട്. ഞാൻ നേരത്തെ തലശ്ശേരി പ്രതിഫലിക്കുകയും ചെയ്തു. അത് 86,000 വോട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം ആയിരുന്നില്ല സ്ഥാനാർത്ഥിയെങ്കിൽ ഈ 86,362 കിട്ടില്ല. അതിൻ്റെ പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള മട്ടന്നൂർ EP ജയരാജൻ്റെ തട്ടകമാണ്. അദ്ദേഹം അവിടെ ശക്തമായിട്ടുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. തളിപ്പറമ്പ് സത്യത്തിൽ CPMന്റെ ഒരു കോട്ട തന്നെയാണ്. അപ്പോൾ ജെയിംസ് മാത്യു അവിടെ വളരെ ശക്തനായ നേതാവാണ്. ഒക്കെ ഉണ്ട്. അല്ല, ഈ ഇഫക്റ്റ് ഒക്കെ ഈ അതിലെ 100,000-ലേറെ വോട്ടിന്റെ വ്യത്യാസമുണ്ട്. ഒരു തരംഗത്തിന്റെ സാധ്യത അതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോലും LDFന് ഒരു ആനുകൂല്യം ഉണ്ടോ അതോ എങ്ങനെയാണ് വായിക്കുക? ഇതിൽ കാര്യമായ മാറ്റമൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മാറ്റം വരാറില്ല. മണ്ഡലങ്ങളുടെ കാര്യം നോക്കിയാൽ അഴീക്കോട് അപ്പുറപ്പുറം മാറിയിട്ടുള്ള ഇതാണ്. അഴീക്കോട് കഴിഞ്ഞ തവണ കിട്ടേണ്ട ഒരു മണ്ഡലം, കിട്ടുമായിരുന്ന ഒരു മണ്ഡലമാണ്. തർക്കത്തിൽ നിൽക്കുന്നുണ്ട്. ഇതിൽ നിയമസഭയിലെ വോട്ടിന്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അത് ഒരു അട്ടിമറി ആ 2016 കാണില്ല. കാരണം തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ ഈ സ്ഥലങ്ങളൊക്കെ കണ്ണൂർ പിടിച്ചെടുക്കുകയും കൂടി ചെയ്തിരുന്നു. കണ്ണൂർ ഒരു വിജയമാണ്. ബാക്കി പേരാവൂർ, ഇരിക്കൂർ കാര്യമായ മാറ്റമുണ്ട്. കണ്ണൂർ മാത്രമാണ് അതിലൊരു വ്യത്യസ്തമായി നിൽക്കുന്നത്. അതുകൊണ്ട് നിയമസഭാ മണ്ഡലത്തിൽ ആ വോട്ടിൻ്റെ പാറ്റേണും മറ്റു കാര്യങ്ങളൊക്കെ വേറെ നോക്കേണ്ടി വരും. ഒരുപക്ഷെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു മണ്ഡലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. സംസ്ഥാനത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പോലും പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലമുള്ള സ്ഥലം, പല രീതിയിൽ ഇടതുപക്ഷത്തിന് CPMന് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്ത മണ്ഡലം. അവിടെ രാജ്യത്തിന്റെ അടുത്ത പാർലമെന്റിലേക്ക് ആര് പോകണം എന്നൊരു വിധിയെഴുത്ത് വരുമ്പോൾ ഒരു കൃത്യമായൊരു വൈകാരികമായി ഇവരോടൊപ്പം LDFനോടൊപ്പമുള്ള LDF നേതാക്കൾ പോയി ചോദിക്കുമ്പോൾ PK ശ്രീമതി ടീച്ചർക്കൊപ്പം വോട്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ അതിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ ഇത് ആവർത്തിക്കുമെന്നല്ലേ താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം? തീർച്ചയായും ഇതിലൊരു പ്രശ്നമുള്ളത്,
നമ്മൾ പുറമേ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യം അതാണ് BJP ആണെങ്കിലും UDF ആണെങ്കിലും കാണിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ പാർട്ടിയെ ഇങ്ങനെ പാർട്ടി നേതാക്കന്മാരെ, പാർട്ടിയുടെ ഏറ്റവും ശക്തരായിട്ട് നേതാക്കന്മാരെ പ്രതികളാക്കുന്നു എന്ന ഒരു പ്രശ്നം നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇപ്പോൾ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും കേസിൽ പ്രതിയായി, മത്സരിച്ച് ജയിച്ചില്ലേ? അത് അവർ ജയിൽ മണ്ഡലത്തിലേക്ക് വരാൻ പറ്റാത്ത ഘട്ടത്തിലാണ് മത്സരിച്ച് ജയിക്കുന്നത്. ഇതേപോലെ അവിടെ പാർട്ടി അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഏറ്റെടുത്തിട്ട് ആ പാർട്ടി മെഷീനറി വളരെ CPM മെഷീനറി വളരെ ശക്തമായിട്ട് പോകും. ഈ പാർട്ടിക്ക് ഇപ്പോൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ലാതെ അവിടെ കാണപ്പെടുന്നത് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ശരിയാണ്, പുറമെ നോക്കിയാൽ CPM തകർന്നു എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിൽ അവിടെയുള്ള ആളുകൾ കാണുന്ന വേറെ രീതിയിലാണ്. അതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഉത്തര മലബാറിൻ്റെ കമ്മ്യൂണിസ്റ്റ് മനസ്സ് കാണാതെ പോകുന്നതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇതാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഒരു ആനുകൂല്യം അവിടെ ഉണ്ട്. അതൊരു പക്ഷേ ഈ കണ്ണൂർ ഒരുപക്ഷെ ലോക്സഭയിലേക്ക് CPM-നൊരു വിജയം ഇപ്പൊ അനിവാര്യമാണ് എന്ന ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചരിത്രപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് LDF പൊതുവെ പറയാം, ആ മെഷീനറി വളരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണ്. ഇതിനെ വെല്ലുവിളിക്കണമെങ്കിൽ തോൽപ്പിക്കണമെങ്കിൽ UDF-ന് അതിലേക്ക് വരാൻ പറ്റണം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എങ്ങനെയാണ് 2014 എന്ന് നോക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതുപോലെ സിദ്ദിഖ് കോഴിക്കോട് നിന്ന് അവിടെ വന്ന് മത്സരിച്ച് കരുണാകരനെ അട്ടിമറിക്കാനാകുമോ എന്ന് അന്വേഷിച്ചതാണ്. പക്ഷേ 2014 കണ്ടത് കരുണാകരൻ 3,84,964 വോട്ടുകൾ നേടി. സിദ്ദിഖ് 3,78,043 വോട്ടുകൾ മാത്രം നേടി. സുരേന്ദ്രൻ BJP നേതാവ് 1,72,826 വോട്ടുകൾ നേടി. കരുണാകരന്റെ അന്നത്തെ ഭൂരിപക്ഷം 6,921 വോട്ടിംഗ് ശതമാനം 78.49. ഈ ഘട്ടത്തിൽ കരുണാകരൻ MP ആണെങ്കിലും അദ്ദേഹം അല്ല വീണ്ടും മത്സരിക്കുന്നത്. പുതിയ സ്ഥാനാർത്ഥിയാണ് KP സതീഷ് ചന്ദ്രൻ ആണ് അവിടെ മത്സരിക്കുന്നത്. കാസർഗോഡ് എന്താകും എന്ന ചോദ്യം. കരുണാകരൻ കഴിഞ്ഞ 2009 മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 64,427 അത് പിന്നീട് 6,621 കുറഞ്ഞു. അതൊരു വലിയ നമ്മൾ കാണേണ്ടതുണ്ട്. കരുണാകരൻ നല്ല പ്രവർത്തനം നടത്തിയ MP ആണെങ്കിൽ കൂടി അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കേണ്ട എന്ന് കരുതി പുതിയ സ്ഥാനാർത്ഥിയെ വെച്ചു. ചരിത്രം നോക്കുക സജീവൻ, 99 മുതൽ 2014 വരെയുള്ള ചരിത്രമെങ്കിലും നോക്കുക. CPM മാത്രമുള്ള കാസർഗോഡ് വീണ്ടും സതീഷ് ചന്ദ്രൻ വരുമ്പോൾ എങ്ങനെ ആ തന്ത്രം CPM-ൻ്റേത് നല്ലതാണെന്ന് പറയേണ്ടി വരുമോ? അല്ല, തീർച്ചയായിട്ടും ഒരു പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പരീക്ഷണം കൂടി ഉണ്ട്. അത് കാസർഗോഡിൻ്റെ പ്രത്യേകതയാണ്. AKGയുടെ തട്ടകമാണ് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ. AKGയെ മാറ്റിയിട്ട് AKG അവിടെ നിന്ന് വന്ന് മാറിയിട്ട് കണ്ണൂർ മത്സരിക്കുന്നു. 3 തവണ ജയിച്ചിട്ട് പിന്നീട് കണ്ണൂർ മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ പരിഭവം കൊണ്ടാണെങ്കിൽ പോലും CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച പിന്നീട് വലിയ ജനകീയനായ നേതാവാണ് VK നായനാർ. അവിടെ ഒരു കുട്ടി നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച് ജയിക്കുന്നു. രണ്ടാമതും കടന്നപ്പള്ളി അവിടെ ജയിക്കുന്നു. പിന്നീട് വീണ്ടും രാമണ്ണറായി ഒരു തവണ രാമറായി ജയിക്കുന്നുണ്ട്. രാമണ്ണറായി പിടിച്ചെടുക്കുന്നു. പിന്നീട് രാമറായി ജയിക്കുന്നു. വീണ്ടും CPM-ന്റെ കൈകളിലേക്ക് മാത്രമായിട്ട് T. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് അങ്ങനെ വരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വേറെ പരീക്ഷണത്തെ ഘട്ടമാണ്. സതീഷ് ചന്ദ്രൻ്റെ പ്രത്യേകത, അദ്ദേഹം മുൻ MLA ആണ്. അവിടെ കാസർഗോഡ് നല്ല സ്വാധീനമുള്ള നേതാവാണ്, ഒരു സംശയമില്ല. സതീഷ് ചന്ദ്രനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെയധികം സതീഷ് ചന്ദ്രനെ കാസർഗോട്ടുകാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതിൽ ഒരു കുഴപ്പം പറയാൻ പറ്റും. കാരണം കരുണാകരനെ മാറ്റിയിട്ട് ഇയാളെയാണോ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാത്ത രൂപത്തിലൊരു സ്ഥാനാർത്ഥിയാണുള്ളത്. അതായത് അവിടുത്തെ നിയമസഭ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ വല്ലാതെ ചർച്ച ചെയ്യാറുണ്ട്. തെക്കേ അറ്റത്ത് ചർച്ച ചെയ്യുന്നത് പോലെ വടക്കേ അറ്റത്തും ചില കണക്കുകൾ രസകരമാണല്ലോ. മഞ്ചേശ്വരത്ത് നോക്കുക, UDF 56,870, NDA 56,781, LDF 42,565. കാസർഗോഡ് നോക്കുക, LDF 21,615,
UDF 64,727, NDA 56,120. ഉദുമയിൽ LDF നല്ല വോട്ടുകൾ നേടിയിട്ടുണ്ട്, 70,679, UDF 66,847, NDA 21,231. കാഞ്ഞങ്ങാട് LDF 80,558, UDF 54,547, NDA 21,104. തൃക്കരിപ്പൂർ, നായനാറിന്റെ പഴയ ചരിത്രം ഓർമ്മിക്കേണ്ടി വരുന്ന മണ്ഡലം, LDF 79,286, UDF 62,327, NDA 10,767. പയ്യന്നൂരിൽ LDF 83,226, UDF 42,963, NDA 15,341. കല്യാശ്ശേരി 83,006 LDF, UDF 40,115, 11,036 ആണ് NDA. ആകെ നോക്കുമ്പോൾ LDF 4,60,935, UDF 3,88,396, NDA 1,92,380. സജീവൻ, അതായത് ഇവിടെ നമ്മൾ കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ മഞ്ചേശ്വരവും കാസർഗോഡും നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകൾ വെച്ചിട്ടാണ് വലിയ അട്ടിമറികളൊക്കെ എന്ന് പറയാറുള്ളത്. പക്ഷെ ലോക്സഭയിൽ വലിയ അട്ടിമറിക്കുള്ള സാധ്യതകൾ കാണേണ്ടതുണ്ടോ എന്നുള്ളത് അങ്ങാണ് പറയേണ്ടത്. ഇപ്പോൾ സതീഷ് ചന്ദ്രൻ കൂടി വരുമ്പോൾ എങ്ങനെ ആണ് ഈ കണക്കുകൾ വെച്ച് നോക്കും? നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ 2 മണ്ഡലങ്ങൾക്ക് മഞ്ചേശ്വരവും കാസർഗോഡും. ഇത് പണ്ട് 57 മുമ്പ് അത് സൗത്ത് കാനറയുടെ ഭാഗമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിന്റെ കൾച്ചറല്ല ഈ 2 മണ്ഡലങ്ങൾക്കുള്ളത്. ഭാഷാപരമായും ഒക്കെ മൊത്തമായിട്ട് അതൊരു കർണാടകയുടെ കൾച്ചർ, മംഗലാപുരത്തിന്റെ കൾച്ചർ, തുളു. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബാക്കി ആ മണ്ഡലങ്ങളൊക്കെ നോക്കിയാൽ അറിയാം. ഇവിടെ UDF ജയം അത് LDF CPM സമ്മതിക്കുമെന്ന് അറിയില്ല. UDF എങ്ങനെയാണ് ജയിക്കുന്നത്? അപ്പോൾ പല ആളുകളും പറഞ്ഞു CPM വോട്ട് അല്ലെങ്കിൽ LDF വോട്ടുകൾ മുഴുവൻ BJP പോയത് കൊണ്ടാണ് അങ്ങനെ BJPക്ക് LDF ഇത്രയധികം വോട്ട് കുറഞ്ഞതെന്ന് ആളുകൾ പറയാറുണ്ട്. അതല്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യം നമുക്കറിയാം. അറിഞ്ഞോ അറിയാതെയുള്ള, ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യം, അറിഞ്ഞോ അറിയാതെയുള്ളൊരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാവുക. അത് എത്രയോ കാലമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മഞ്ചേശ്വരവും കാസർഗോഡും. ഈ കാസർഗോഡ് ലോക്സഭ മണ്ഡലം ഇതൊക്കെ 1,92,380 വോട്ട് BJP കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇനി അവിടെ മത്സരിച്ച് ജയിച്ചേക്കാമെന്ന് ഉള്ളൊരു മോഹം കൊണ്ട് പലപ്പോഴും കാര്യമില്ല. അപ്പോൾ അത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ഒരു കണക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ളത് കല്യാശ്ശേരി, പയ്യന്നൂർ എന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെ ശരിക്കും CPM കോട്ടകളാണ്. ഉദുമ മുതൽ കല്യാശ്ശേരി വരെയുള്ള മണ്ഡലങ്ങൾ അവിടെയൊക്കെ ഇതുണ്ട്. പക്ഷെ മറ്റു 2 മണ്ഡലങ്ങളുടെ രീതി വ്യത്യാസമാണ്. പക്ഷെ അവിടെ പുതിയ വോട്ടർമാർ 83,924 ഉണ്ട്. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഷിഫ്റ്റ് ഒക്കെ നടക്കുന്ന സ്ഥലത്തും പ്രത്യേകിച്ച് ത്രികോണ മത്സരത്തിന്റെ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കാസർഗോഡ് പോലൊരു മണ്ഡലത്തിലും പുതിയ വോട്ടർമാർ നിർണായകമാണ്. 83,924. തീർച്ചയായിട്ടും അത്രയും വോട്ടർമാരുടെ മനസ്സ് അത് ചിലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും അതൊരു നിർണായക വോട്ട് തന്നെയാണ്. യെസ്, നമുക്ക് ഈ മണ്ഡലങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതെങ്കിലും ഈ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്, ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലൊരു ചിത്രം കൂടി ഒന്ന് സജീവനിൽ ഒന്ന് എടുത്താലോ, പെട്ടെന്നൊരു കമന്റ്. തീർച്ചയായിട്ടും ശ്രീ സജീവൻ, 20 മണ്ഡലങ്ങളിലും ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിനാണ് കൃത്യമായി ആയിട്ടുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ ആയില്ല എന്നുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഘട്ടത്തിൽ. പക്ഷെ പലതും ആയിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു എഡ്ജിലേക്ക് എന്ന് പറഞ്ഞ് ചർച്ചകളൊക്കെ ക്യാമ്പയിനൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെ പറയും? ആദ്യഘട്ടത്തിൽ വന്നു സർവേകളുടെ കാര്യത്തിൽ നോക്കാം. സർവേകളിൽ ആദ്യം വന്നിട്ടുള്ളത് UDF അനുകൂലമായിട്ട് സർവേകളാണ്. ആദ്യഘട്ടത്തിൽ എല്ലാ സർവേയും 16 അതിന് മുകളിൽ പോകാനുള്ള സാധ്യത വരെ പറഞ്ഞുകൊണ്ടാണ് UDF അനുകൂലമായിട്ട് വന്നത്. ഒരു തരത്തിൽ അങ്ങനെ വേണമെങ്കിൽ പറയാവുന്ന ഇതുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അപകടം മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ LDF ആണല്ലോ പൂർണ്ണമായിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അത് അപകടം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് സിറ്റിംഗ് MLA ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആ ഒരു വലിയ പ്രശ്നം 16 എന്ന് പറയുന്ന വലിയ ഭീകരമായിട്ടുള്ള ഒരു കണക്ക് മാറി ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തുല്യമായിട്ട് നിൽക്കുന്ന അങ്ങോട്ടേക്ക് നമ്മൾ കൊടുക്കാവുന്ന ആനുകൂല്യം LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഘട്ടത്തിൽ ഏതാണ്ട് തുല്യമായി നിൽക്കുന്നൊരവസ്ഥയിലാണുള്ളത്. ഇനി UDF സ്ഥാനാർത്ഥികൾ വരാനുണ്ട്. ഇപ്പം അങ്ങനെ പല സ്ഥലം, ഇപ്പോൾ കോഴിക്കോട് ഉള്ള മത്സരം അത് കഴിഞ്ഞ തവണത്തെ പോലെ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റാത്തതാണ്. അങ്ങനെ LDF ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് അപ്പുറത്തെ വശത്ത് ഇപ്പോൾ
വലിയ ഒരുക്കങ്ങളും ആലോചനകളും വേണ്ടി വരുന്നു. അവിടെ അങ്ങനെ ഓഫ് ഹാൻഡായി ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ അതിന് പണി കിട്ടും എന്നതാണ് വിശകലനത്തിൽ നമുക്ക് പറയേണ്ടി വരുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങൾ അവസാനിപ്പിച്ച് നമുക്കിനി ദേശീയ വിഷയങ്ങളിലേക്കും പ്രധാനപ്പെട്ട ദേശീയ മണ്ഡലങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിലേക്ക് വരാം. ജനമനസ് 2019 കേരളത്തിൽ കൂടുതൽ എങ്ങോട്ട് പോകുന്നു എന്ന് അറിയേണ്ടി വരും. ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു മണ്ഡലങ്ങൾ VIP മണ്ഡലങ്ങളൊക്കെ രാജ്യത്ത് തന്നെയുണ്ട്. അവിടേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരും. ആ വിശകലനങ്ങളിലൊക്കെ ജനമനസ് 2019 എത്തും. രാജ്യത്തിൻ്റെ മൂഡ് അളക്കും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സജീവിന് നന്ദി. ഒപ്പം NP ചന്ദ്രശേഖരനൊപ്പം പ്രേക്ഷകരോട് നമസ്കാരം പറയുന്നു. അടുത്ത ദിവസം കാണാം.